ഹായ്, ഹലോ, നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ലേ? എന്താ എല്ലാവരും ഉണ്ടായിരിക്കണത്? വണ്ടി ഓടിക്കാൻ അറിയില്ലേ? ആ, ഒരു ഓട്ടോറിക്ഷ പോലും ഓടിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവോ? അപ്പൊ ആർക്കും അറിയില്ല അല്ലേ? സൈക്കിൾ എന്തായാലും ഓടിക്കാൻ അറിയാം അല്ലേ? അപ്പൊ നമുക്ക് കോമഡിയിലൂടെ ഒരു വണ്ടി ഓടിക്കാൻ പഠിച്ചാലോ അല്ലേ? എങ്ങനെയുണ്ടെന്ന് നോക്കാല്ലേ? അപ്പൊ പണ്ട് കാലത്തെ എൻ്റെ അമ്മൂമ്മ ഒരു ചക്കയൊക്കെ കൊണ്ട് ചുമന്നിങ്ങനെ വന്നിരുന്നു റോട്ടിൽ കൂടിയാണേ. അപ്പൊ ആദ്യമായിട്ട് അമ്മൂമ്മ ബസ് കാണുന്നത്. ബസ് കണ്ട് അമ്മൂമ്മ പേടിച്ച് വിറച്ച് ഈ ചക്കയെ അമ്മൂമ്മയും കൂടി എടുത്ത് പാടത്തോട്ട് ചാടി. അങ്ങനെയുള്ള ഒരു അമ്മൂമ്മയുടെ കൊച്ചുമോളാ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി എങ്ങനെ ഇരിക്കും ഒന്ന് നോക്കിയാലോ നമുക്ക്? റെഡിയല്ലേ? ആ, അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇപ്പൊ പുഷ്പ മൂവി ഇറങ്ങിയപ്പോ ഈ സമയത്താണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിരുന്നെങ്കിൽ എനിക്കൊരു പാട്ടാ ഓർമ്മ വന്നത്. വണ്ടി വണ്ടി വണ്ടികളൊന്നും കാണുന്നില്ലേ, ഏ വണ്ടി വണ്ടി വണ്ടിയിലൊന്നും ചാരന്തേ മുല്ലേ, കാണാത്തൊരു വണ്ടീനെ കാണാൻ കണ്ണുള്ളവളായി കൺമുന്നിൽ ഞാൻ നിന്നപ്പോൾ അറിയുന്നില്ലല്ലോ, കണ്ണിൽ ഗീതുവിന്റെ വണ്ടിയോ ശ്രീയേട്ട റോട്ടിൽ എൽബോർഡ് വണ്ടിയോ, കണ്ണിൽ ഗീതുവിന്റെ വണ്ടിയോ ശ്രീയേട്ട വീട്ടിൽ എൽബോർഡ് വണ്ടിയോ. അങ്ങനെ ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കണ കാര്യം മറന്നു. അത് പറയണ്ടേ അപ്പൊ നമുക്ക്? അപ്പൊ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ ഈ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുമ്പേ ഇപ്പൊ നമ്മുടെ സീസണൊക്കെ അല്ലേ, മാങ്ങയുടെയും ചക്കയുടെയൊക്കെ സീസണാ അല്ലേ? അപ്പൊ പച്ചമാങ്ങയിട്ട് കുറേ കറികൾ, അതിനിടക്ക് പഴമാങ്ങ, പിന്നെ അതേനി ഈ മാങ്ങയുടെ തൊണ്ട് വരെ ഉണക്കി നമ്മൾ അച്ചാറിടും. അപ്പൊ അന്നത്തെ കാലത്ത് എങ്ങനെയാണെന്നറിയാമോ? ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാവും ഒരു ചേട്ടന്. ആ വർക്ക്ഷോപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. കുറച്ചാൾ കഴിയുമ്പോൾ പുള്ളിക്കാരൻ്റെ മോൻ അത് ഏറ്റെടുത്ത് അങ്ങോട്ട് നടത്തും. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ മോൻ നടത്തി പിന്നെ കഴിയുമ്പോൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ അങ്ങോട്ട് ഡള്ളായി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? ഈ ബാക്കിയുള്ള വണ്ടികളൊക്കെ വെച്ചിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂൾ അടക്കും. ഈ ഡ്രൈവിംഗ് സ്കൂളിൽ സാറിനൊന്നും വിളിക്കാൻ പോലിട്ടാ, സാറിനൊക്കെ വിളിച്ചാലും ദേഷ്യം വരും. പുള്ളിക്ക് ആശാന്ന് വിളിക്കും. ആശാൻ എന്ന് പറയണതേ തടിച്ച് നല്ല വയറൊക്കെ ഉണ്ടായിട്ട് മുണ്ടൊക്കെ കൊടുത്ത് തോളിലൊരു തോർത്തൊക്കെ ഇട്ട ഒരു ആശാന് വണ്ടീനോട് ദേഷ്യം, എല്ലാരോടും ദേഷ്യം, മൊത്തത്തിൽ ദേഷ്യം. പിന്നെ ആശാന്റെ വയറിനോടും ഭയങ്കര ദേഷ്യ. ആശാൻ എങ്ങനെ വന്നിട്ട് വന്നേ കേറി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നേ ഇത് പറയുമ്പോഴേക്കും പേടിച്ചിട്ടേ നീ പോ നിങ്ങളെങ്ങനെയല്ലേ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നീ കാണിക്ക് പ്രോജക്റ്റ് എന്നൊക്കെ പറയില്ലേ, തള്ളി വിടൂലേ? അവൾക്കിട്ട് ആദ്യം ഒരു പണി കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഇതും അതുപോലെ തന്നെയാണ്. അപ്പൊ ചെല്ലെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഈ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇനി ജൂൺ ആവുമ്പോഴേക്കും നമ്മുടെ നെയ്സറിയൊക്കെ തുറക്കും. നെയ്സറി തുറങ്ങുമ്പോഴേക്കും എന്താണ് കരച്ചിലും ബഹളവും, അമ്മയുടെ സാരിയും പിടിച്ച് ഷോളും പിടിച്ച് ഒരു കണക്കിന് ഈ കൊച്ചിനെ നമ്മൾ ഉന്തി തള്ളിയൊക്കെ സ്കൂളിൻ്റെ ഉള്ളിലോട്ട് ഇടും. ഇതേപോലെ ഒരവസ്ഥയിൽ നമ്മൾ ഈ ഡ്രൈവിംഗ് സ്കൂളിലെ സീറ്റിൽ ചെന്നിരുന്നു. ഇനി എന്നാ ഫസ്റ്റ് ഇയർ ഇട്ടെ സാറ് ഫസ്റ്റ് ഇയർ അറിയില്ലേ? സ്റ്റഡി ആയിട്ട് പിടിക്കേ, സ്റ്റിയറിംഗ് സ്റ്റഡി ആയിട്ട് പിടി. ഇങ്ങനെ ചീത്തയൊക്കെ പറയും. നമുക്കാണെങ്കിൽ നിങ്ങൾക്കറിയാലോ പേടിയായിട്ട് പോയാ. ഈ സാറിനാണെങ്കിൽ വണ്ടി ചീത്താക്കുമെന്നുള്ള പേടി, ഞങ്ങൾക്കാണെങ്കിൽ എന്ത് കാണിക്കും എന്നുള്ള പേടി. റോട്ടിൽ കൂടി പോകണമുള്ളവർക്കാണെങ്കിൽ ഇനി ഞങ്ങളുടെ മേത്ത് ഇത് എപ്പോഴാ ഇടിച്ച് കയറ്റാൻ പോണേന്നുള്ള പേടിയാണ് അവർക്ക് നിൽക്കണത്. ഈ പേടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഇതുപോലെ തന്നെയാണ് ഈ നേഴ്സറി സ്കൂളിൽ നിന്ന് ഈ കൊച്ചുങ്ങളില്ലേ സ്കൂളിൽ ഇത് വിളിച്ചുകൊണ്ട് പോയാലും ചില പിള്ളേർ കരയും. കാരണം എന്താണെന്ന് പറയാം, അവർക്കറിയില്ല ഈ അമ്മ വിളിച്ചുകൊണ്ട് പോകണേണ്, ഇനി വേറെ എവിടെയും കൂടെ നാക്കാൻ പോകണമെന്ന് വെച്ചാൽ പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കും. ഇതേപോലെയാണ് ഞങ്ങൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആ അവസ്ഥ. ഇപ്പം ഇത് ഇന്നത്തെ കാലത്ത് ഡ്രൈവിംഗ് ക്ലാസ് ആണേ, പുതിയ രീതിയിലാണെങ്കിലാ അപ്പം അതെങ്ങനെ ഇരിക്കും അല്ലേ? ഇത് രസമാണല്ലേ? ചുള്ളനായിട്ടുള്ള സാറ്, ചെത്ത് ജീൻസ്, കൂളിംഗ് ഗ്ലാസ്, ടാറ്റോ കടിച്ച് ഫ്രീക്കനായിട്ട് നമ്മുടെ പിഷാരടി ചേട്ടൻ പോലെ സുധീഷ് ചേട്ടൻ പോലത്തെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ സൈഡിൽ വന്നിരിക്കും. നമ്മളോട് വന്നിട്ട് ഡോറൊക്കെ തുറന്ന് പ്ലീസ് മാഡം എന്ന് പറയുമ്പോഴേക്കും എൻ്റെ അമ്മോ, എൻ്റെ പിള്ളേരെ ചേച്ചിക്ക് അന്ന് ഡ്രൈവിംഗ് പഠിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ ഒന്നും പഠിക്കണം ഡ്രൈവിംഗ്, ഇപ്പൊ പഠിച്ചാ മതിന്നേ. ഇത് കഴിഞ്ഞ് സാറ് ചോദിക്കും മാഡം ഫസ്റ്റ് ഗിയർ ഇടട്ടെ? ഫസ്റ്റ് സാറ് പറഞ്ഞാൽ മതി, അങ്ങോട്ട് തന്നെ പോകാം നമുക്ക്. അല്ല മേഡം അല്ല ഫസ്റ്റ് ഗിയറെ വണ്ടിയുടെ. ശരി അതെങ്ങനെയാ? കൈ ഒന്ന് പിടിച്ചോട്ടെ മാഡം. പിടിച്ചു സാറേ, പിടിച്ചു. പയ്യൊന്ന് ചരിച്ച് ഒന്ന് ഫ്രണ്ടിലോട്ട്. ഇപ്പൊ നമ്മളെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്ത് ഐബ്രോസ് ചെയ്ത് ഹെന്ന ചെയ്ത് ഇതുപോലത്തെ ഓരോ ഗിയർ ഇടുമ്പോ എന്താ ഫീൽ എന്നറിയാമോ? നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്നേ. മേഡം ഒരു മിനിറ്റ് മേഡം, റൈറ്റ് സൈഡിൽ മിറർ ഒന്ന് നോക്കിയേ.
ആ ഓക്കെ സാർ. ഓ കോമ്പാക്ട് പൗഡർ ഇച്ചിരി കുറഞ്ഞു, ഒരു മിനിറ്റ് ഒന്ന് ഇടട്ടെ കേട്ടോ സാർ. ഈ സ്റ്റിയറിംഗ് ഒന്ന് പിടിച്ചേക്കണേ. അല്ല അല്ല മേഡം, ലിഫ്റ്റിക്ക് കുറഞ്ഞു പോയി. ആണോ സാറേ? എനിക്ക് മനസ്സിലായില്ല, ഇപ്പഴാ മനസ്സിലായത്. എന്റെ ഭർത്താവ് പോലും ഒന്ന് നോക്കൂലാന്നേ, ഒന്ന് പൊട്ടുപോയി. ഇപ്പൊ കറക്റ്റ് മാച്ച് അല്ല എന്ന് പറയില്ല, ലിഫ്റ്റിക്കൊന്നും മാച്ച് അല്ല. നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന സാറില്ലേ, എന്നാ സാറെന്നറിയാവോ, എല്ലാം പറഞ്ഞുതരും, ഇത്രയും നന്നായിട്ട് പറഞ്ഞുതരും. നിങ്ങൾക്ക് ആരെങ്കിലും ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകാൻ തോന്നുന്നുണ്ടല്ലേ? എനിക്കറിയാം, ടീച്ചറോട് പറയണ്ട, എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചേർത്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ സ്കൂൾ അങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയാ, ടൂറ് പോയ ഒരു എഫക്റ്റാ. എന്താണെന്നറിയാമോ സാറേ, ഞങ്ങൾ ആ റൂട്ടിൽ വണ്ടി ഓടിക്കാൻ പഠിച്ചില്ലായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. ആണോ മേഡം? ആന്നേ. എന്താണ് സാറേ? ഓ അത് കുഴപ്പമൊന്നുമില്ല സാർ മേഡം, ഇപ്പൊ തന്നെ പോവാന്നേ, നമുക്ക് ഇപ്പൊ തന്നെ ആ റൂട്ട് തന്നെ പിടിക്കാന്നേ. അയ്യോ അപ്പൊ ശരിയേട്ടാ, വേറൊന്നല്ല, എൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, പോലീസ് എപ്പോഴാന്നറിയില്ല പെറ്റിടിക്കണം. അപ്പൊ ശരിയെന്നാ, ഡ്രൈവിംഗ് പഠിക്കാനുള്ളവർ വന്നേക്കണേ. ഓക്കെ ബൈ, താങ്ക് യു.